ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കോലാലംപൂറിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സോ എനിവേ ഞാനിപ്പോൾ ഹോട്ടൽ റൂമിലാണ്. ഇനി എന്തായാലും നേരെ ഇപ്പോൾ രാവിലെ അറൗണ്ട് 8:40 ആയിട്ടേ ഉള്ളൂ. സോ ആദ്യം തന്നെ നേരെ വിടുന്നത് നമ്മുടെ ബാത്തു കേവ്സിലാണ്. ബാത്തു കേവ്സ് അറിയാലോ, നമ്മുടെ കാർത്തിക് സൂര്യയുടെ ഒരു റീൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. സോ കൂടുതലൊന്നും പറയുന്നില്ല. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഒരു ടാക്സി വിളിക്കണം, നേരെ ബാത്തു കേവ്സിലേക്ക് പോകണം. സോ എന്തായാലും ഇനി അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ ഒരു ടാക്സി യാത്രയ്ക്ക് ശേഷം നമ്മൾ ബാത്തു കേവ്സിലെത്തി. ഇതാണ് ആ സ്ഥലം. അപ്പോൾ ഇതിൻ്റെ മേളിലോട്ട് കയറി പോകണം. ലൈം സ്റ്റോൺ ഉണ്ടോ, ഫുള്ള് ലൈം സ്റ്റോൺ ആണ്. ഈ ലൈം സ്റ്റോണിൻ്റെ ഇടയിലുണ്ടായ ഒരു ഗുഹയാണ് സംഭവം. നമുക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ നോക്കണം. ഇത്രേ ഉള്ളൂ ശരിക്കും ലൈം സ്റ്റോൺ എന്ന് പറയാൻ. ഇപ്പോൾ നമ്മൾ നടന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. കുറച്ച് ക്ലോസപ്പ് കിട്ടുമെന്ന് പറയാനായിട്ട് ഈ പടികൾ മൊത്തം കയറി പോകണം. പക്ഷേ എൻ്റെ ദൈവമേ, കുറേ കുരങ്ങന്മാരുണ്ട്. ഫോണും കാര്യങ്ങളും കുരങ്ങന്മാർ കൊണ്ടുകൊണ്ടിരുന്നാൽ മതി. ഇവിടെ അമ്പലമുണ്ട്, ഇവിടെ രണ്ട് സൈഡിലും അമ്പലമുണ്ട്. എന്നാലും ഇനി കയറേണ്ട കാര്യങ്ങൾ നോക്കാം. പൈസ അപ്പോൾ കയറി പകുതി വരുമായി. അയ്യോ, ഭയങ്കര കുത്തനെ കേട്ടോ ഇത്. ഇവിടെ നമുക്ക് ഏകദേശം കോലാലംപൂറിൻ്റെ വ്യൂ മൊത്തം കിട്ടുന്നുണ്ട്. പക്ഷേ സിറ്റി എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ സൈഡാണ്. ഇവിടെ നോക്കിയാൽ ചെറിയ ചെറിയ വീടുകളും കാര്യങ്ങളും കാണാൻ പറ്റും. അങ്ങനെ നോക്കിയാൽ നിലവിൽ ഇങ്ങനത്തെ ഒരു വ്യൂ ആണ് കിട്ടുന്നത്. എന്തായാലും കുറച്ച് സ്റ്റെപ്പ് കൂടെ ഉണ്ട്, നമുക്ക് നേരെ ഉള്ളിൽ പോവാം. അപ്പോൾ കയറി ഉള്ളിലോട്ട് വന്നു. കണ്ടോ, മേളിൽ നിന്നൊക്കെ മഴവെള്ളമില്ല മലവെള്ളമാണെന്ന് തോന്നുന്നു. എന്തായാലും ഫുള്ള് ലൈം സ്റ്റോണാണ് ഇത്. ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ ക്ഷേത്രം. താഴത്താണ് നമ്മുടെ ക്ഷേത്രം കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരു കണക്കിനാണ് എത്തിയെന്ന് പറയാം ഗൈസ്. തളർന്ന് അവിടെ എവിടെയൊക്കെ വെള്ളം വീഴുന്നുണ്ട്. പക്ഷേ അകത്ത് നല്ല ആംബിയൻസ് ആട്ടോ, നല്ല തണുപ്പും എല്ലാം ഉണ്ട്. സോ ആണ് അപ്പോൾ നമ്മുടെ ഇൻസൈഡ് പാർട്ട് വരുന്നത്. ഇവിടെ ഫുള്ള് നോക്കിയാൽ മേളിലൊരു ചെറിയൊരു ദ്വാരം. അയ്യോ, മഴയല്ല വെള്ളം മേളെന്ന് വീണുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും ഷോക്ക്. ചെറിയ ചെറിയ വിടവുകളുണ്ട്. പിന്നെ ഇവിടെ നിന്നൊരു വ്യൂ പോയിൻ്റ് അമ്പലം തോന്നുന്നു. ആ സ്റ്റെപ്പ് കയറിയ എന്തായാലും അങ്ങോട്ട് പോകണില്ല. അവിടെ വീഡിയോസ് അലോഡല്ല. ഇത്രയും ഭാഗത്താണ് വീഡിയോസ് അലോഡ്. അത് നോക്കിനി മേ ബി പുറത്തേക്ക് തന്നെ പോവാം. എന്തായാലും അത്രയും വന്ന് നല്ല നൈസായിട്ട് കൂടെ ഒന്നൊന്ന് വീഡിയോ എടുക്കാമെന്ന് നോക്കും. ഇവിടെ ക്യാമറ അലോഡല്ലാത്ത ഫോൺ സീനൊന്നുമില്ല. അതൊന്നും വലിയൊരു ഓപ്പണിംഗ് ആട്ടോ. എന്താ ഭംഗിയാണ്. ക്യാമറ കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷേ നേരിട്ട് കാണുമ്പോൾ അടിപൊളിയാണ്. മേളിൽ കയറി ഇന്ന് നല്ല വൈബായിരിക്കും. പക്ഷേ ഇനി തളർന്ന് പൈസ ഇത്രയും കയറേണ്ട ശേഷിയില്ല. പിന്നെ അങ്ങോട്ട് കയറണമെങ്കിൽ ടിക്കറ്റ് കൊടുക്കണം. അതിനുള്ള നല്ല റിട്ടേൺ പോണെയാണ്. എന്തായാലും ഈ വ്യൂ തന്നെയായിരിക്കും അവിടെയും കിട്ടുന്നത്. ആ ഒരു ഓവറോൾ ഫീലിൻ്റെ അകത്തുള്ള എന്തായാലും അവിടെ നിന്ന് ഇറങ്ങേണ്ട ഒരു പരിപാടിയാണ്. കാണുമ്പോൾ തന്നെ ഭയങ്കര സീന ഇറങ്ങണത്. ഓരോ സ്റ്റെപ്പ് സൂക്ഷിച്ച് വയ്ക്കണം. അതിൻ്റെ താഴെ ചെന്നിട്ട് നമുക്ക് നോക്കാം. ഞാൻ ഇപ്പോൾ ക്യാമറ പിടിച്ചുകൊണ്ടിരുന്ന വള്ളിയാവും ചിലപ്പോൾ. ഗൈസ്, നമ്മൾ ബാത്തു കേവ്സിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ KL ബേഡ് പാർക്കിലേക്ക്, കോലാലംപൂർ ബേഡ് പാർക്കിലേക്കാണ് എത്തിയത്. സോ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു നടക്കേണ്ട സ്ഥലമുണ്ട്, ചെറിയൊരു പാർക്ക് എന്താണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഫുള്ള് നടന്ന് ഞാനൊന്നും എന്തായാലും വീഡിയോ എടുത്തിട്ടില്ല, കാരണം അങ്ങനെ കാണാനായിട്ടൊന്നുമില്ല. ജസ്റ്റ് നടക്കാന്നേ ഉള്ളൂ, ഒരു ഈവനിങ് വാക്ക് അങ്ങനെ. അപ്പോൾ ഇവിടെ നടന്ന് വേർത്ത് കുളിച്ച് കണ്ടാൽ തുടങ്ങി. എന്നിട്ട് എനിവേ നമ്മൾ KL ബേഡ് പാർക്കിലേക്ക് എത്തി. പിന്നെ ബാത്തു കേവ്സിൻ്റെ അവിടെ പിന്നെ നല്ല ട്രാഫിക്കും കാര്യങ്ങളായതുകൊണ്ട് പിന്നെ അതിങ്ങനെ അധികം വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ കാണാനായിട്ടുണ്ട്, അത്യാവശ്യം കാണാനൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും ഉള്ളിലോട്ട് പോകാം. അപ്പോൾ എൻ്റെ തൊട്ട് ബാക്കിൽ അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. നമ്മൾ ഓൾറെഡി ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അത് റിഡീം ചെയ്യണമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ നോക്കാം. കാരണം നമ്മുടെ എൻട്രൻസ് വരുന്നത്. സോ എൻ്റെ ഉള്ളിൽ കയറി കയ്യിലെന്തോ ഇതൊക്കെ കെട്ടി തന്നിട്ടുണ്ട് അവർ. കയറി വരുമ്പം തന്നെ ഇവിടെ നമുക്ക് കുറേ പക്ഷികളും അതും ഇതൊക്കെ കാണാം. തത്തയാണ് ഫസ്റ്റ് തന്നെ. ഇടയിൽ ഇവിടെ കൊക്ക് കണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ ഈ സ്ഥലം. അത് ഫോക്കസ് ആണല്ലെന്ന് തോന്നുന്നു. ഫോക്കസ് ആവണല്ലോ, എന്നാലും താഴെ ഇറങ്ങിയിട്ട് കാണിക്കുക. ഇവിടെ കൊക്കുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തത്ത, അതിനേക്കാളും പക്ക വ്യൂ ആ ഇവിടെ. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആപ്പിൾ ഇങ്ങനെ തത്തേനെ കാണാം. ഇത്ര ക്ലോസപ്പിൽ ഞാൻ വേറെ ഒരിടത്തും കണ്ടിട്ടില്ല. ആപ്പിൾ, ചോളം ഒക്കെയാണ് ഇതിൻ്റെ ഭക്ഷണം മെയിനായിട്ട്. എന്തായാലും നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം. ഇവിടെ ഒരു വെള്ളച്ചാട്ടം, ഇതിൻ്റെ അകത്തുള്ള സംഭവമുണ്ട്, പക്ഷേ ഇതിൻ്റെ അകത്ത് എൻട്രി ഇല്ല. ഇവിടെ ഇരുന്ന് കാണാൻ ഇപ്പോൾ മുട്ടയിടുന്ന സംഭവമായിരിക്കും ഇത്.
എന്തായാലും നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം. നമ്മളപ്പോൾ അവിടെ നിന്ന് വന്നപ്പോൾ ഇവിടെ ഒരു മയിലാണോ കോഴിയാണോ എന്തോ ഒരു സാധനം, എൻ്റെ അടിയിലൊരു കൊക്കുണ്ട്. പിന്നെ അതേപോലെ ഇവിടെയാണ് നേരത്തെ നമ്മൾ കൊക്കിനെ കണ്ട സ്ഥലം. എൻ്റെ മണ്ടയിലിരിപ്പുണ്ട്. അത്രേ ഉള്ളൂ സൂം ഇതിൻ്റെ. ഇവിടെ കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. സോ സ്ഥലം താഴോട്ട് പോവാം. ഇത് നോക്കി ഇത്രയും ക്ലോസപ്പിൽ മയിലിനെ വേറെ എവിടെ കാണാനാ? എൻ്റെ തൊട്ട് ഫ്രണ്ടിലാ സാധനം. ഓഹ്, അപ്പം താഴെ അവിടെ ഇവിടെയൊക്കെ കുറേ മയിലുകളുണ്ട്. നമുക്ക് ഇത്രയും ക്ലോസപ്പിൽ ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല, അത് ഇത്ര ഓപ്പണായിട്ട്. സാധാരണ നമ്മുടെ ട്രിവാൻഡ്രം സൂവിലൊക്കെ അറിയാലോ, കേജിൻ്റെ അകത്തൊക്കെ അടച്ചുകൂട്ടിയിട്ടാണ് കാണിക്കണം. ഇത് ഇത്രയും അടുത്ത്. ഓഹ്, സാധനം ഏതാ? ഒന്നും പീലി വിടർത്തി ആടുന്നില്ല, വെറുതെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്നേ ഉള്ളൂ. താഴെയും കുറേ മയിലുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ നേരത്തെ മറ്റേ കോഴി പോലത്തെ സാധനം, അതൊരു വല്ലാത്ത സാധനം കേട്ടോ. അതിന് മുമ്പ് കണ്ടിട്ടില്ല. കൊക്കടുത്തൂടെ നടന്നു പോണ്. പക്ഷേ കൊത്തൂന്നറിയാൻ പാടില്ല, അതാണ്. അങ്ങനെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. കുറേ പക്ഷികളൊക്കെ ഇതൊക്കെ ഉണ്ട്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സിന് പറ്റിയ സ്ഥലം, അടുത്തു നിന്ന് ഫോട്ടോ എടുക്കാം. ഇവിടെ നമുക്ക് കാണാം. എന്തായാലും നമുക്കൊന്ന് താഴോട്ട് പോവാം. നോക്കിക്കേ ഗൈസ്, മൂങ്ങ ചെറിയൊരു സ്പേസാണ്. അവിടെ കുറേ മൂങ്ങേനെ കണ്ടു ഗൈസ്. അങ്ങനെ മയിലാടണത് കണ്ടു. ഇത്രയും നേരം ഇതന്നെ നോക്കിക്കൊണ്ടിരുന്നത് ഇവിടെ. എന്നാ ഭംഗി. കേട്ടോ, ടർക്കി കോഴി. ഇത് നമ്മുടെ നാട്ടിലുള്ള സാധനമാണ്. എൻ്റെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ ഉണ്ട് ഇത്. മുള്ളമ്പന്നീനെ തലേ കയറ്റി വെച്ചാൽ മാതിരി ഉണ്ട് ഇത്. ഫോക്കസ് ആണല്ലോ ഒരു സെക്കൻഡ്. ഒട്ടും ഫോക്കസ് ആണല്ലോ ഐസ്. അത് നമ്മളിപ്പോൾ മേളിലൊന്ന് ജസ്റ്റ് വഴി കയറി ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു വെള്ളച്ചാട്ടം കണ്ട്. എൻ്റെ മേളിലും കുറേ കൊക്കുകളും പക്ഷികളൊക്കെ ഇരിക്കുന്നുണ്ട്. ഈ പക്ഷിയുടെ കൂടുതലാണ്, എവിടെ നോക്കിയാലും ഈ പക്ഷിയുണ്ട്. എന്തായാലും ഒരു ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടമാണ്. സംഭവം അടിപൊളി കേട്ടോ. എൻ്റെ നടുക്കൂടെയൊക്കെ പോവാം, മീൻസ് ആ ഒരു ഭാഗത്തൂടെയൊക്കെ പോവാം. അവിടെ കൂടെ വന്നത് നല്ല വൈബാണ്. നമ്മളിപ്പോൾ ഈ ഒരു സെക്ഷനിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ മറ്റേ മുട്ട വിരിയിക്കണ സെറ്റപ്പൊക്കെ ഇല്ലേ, അതാണ് ഇവിടെ. എല്ലാം വിരിയിച്ചെടുത്തേക്കണ കോഴിയാണ്. ഹീറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ട് ഇത് മെഷീനിലൊക്കെ വെച്ചാൽ വിരിയിക്കണം. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് അതിനെപ്പറ്റി. സോ ഇവിടെയും കോഴിയുടെ ഒരു ഗ്രോത്തിൻ്റെ സ്റ്റേജസിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ആ ഒരു മെഷീൻ വെച്ചിട്ടുണ്ട്, വിരിയാൻ സഹായിക്കണ മെഷീൻ. ഇവിടെ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും ഓരോ ടൈമിൽ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് റിലേറ്റഡ് ആണെന്ന് തോന്നുന്നു. ഇങ്ങനെയാണ് സെറ്റപ്പ്, ഇങ്ങനെയാണ് വിരിച്ചെടുക്കുന്നത്. അതായത് സംഭവങ്ങളാണ്. നമ്മുടെ നാട്ടിലൊക്കെ ബൾബിട്ട് വിരിക്കണം കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് മെഷീനിലൊക്കെ വെച്ച് വിരിക്കണം ആദ്യമായിട്ടാണ് ഗൈസ്. അപ്പോൾ നമ്മളവിടെ നിന്ന് ഇറങ്ങി സോ അവിടെ നേരെ വന്നേക്കണത് ഇപ്പോൾ മലേഷ്യ നാഷണൽ മ്യൂസിയം ഓഫ് മലേഷ്യയിലേക്കാണ്. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ വിഷ്വൽസ് കാര്യങ്ങൾ കാണിക്കാം. അകത്ത് ക്യാമറ അലൗഡ് ആണെന്ന് തോന്നുന്നു, അറിയില്ല, നോക്കാം. അപ്പോൾ എൻ്റെ ഇവിടെ നിൽക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് റിച്ചസ്റ്റ് ഏരിയ ആണ്. ഞാനപ്പോൾ എൻ്റെ വിഷ്വൽസ് കാര്യങ്ങൾ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബിൽഡിംഗ് വരുന്നത്, നാഷണൽ മ്യൂസിയം ഓഫ് മലേഷ്യ. അവിടെ കുറേ ഗ്രാഫിക്സ് വർക്ക്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഏരിയ, നല്ല അത്യാവശ്യം നല്ല ഡെവലപ്ഡ് ഏരിയ. ബിൽഡിംഗ് നോക്കിക്കേ, ഈ ബിൽഡിങ്ങിൻ്റെ ഈ കാൽ ഭാഗവും പാർക്കിങ്ങാണ്. എന്തായാലും നമുക്കിനി നൈസായിട്ട് ഉള്ളിലോട്ട് കിടക്കാം. ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. ഇതാണ് അകത്ത് കയറി വന്നിട്ടുള്ള ഒരു വിഷ്വൽ എന്ന് പറഞ്ഞാൽ. നമുക്ക് മേളിൽ നിലയുണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ കയറി ആദ്യം എന്താ കാര്യങ്ങളെന്നൊക്കെ നോക്കിയിട്ട് അപ്പുറത്തോട്ട് പോകാമെന്ന് ഓർത്തു. കയറി വരുമ്പം തന്നെ എന്തോ സ്കള്ളും കാര്യങ്ങളൊക്കെ വെച്ചേക്കണത്.
40,000 ഇയർ പഴക്കമുള്ള സ്കള്ളാണ്. പിന്നെ അവിടെ കുറേ കല്ലും അങ്ങനത്തെ സാധനങ്ങൾ, അപ്പുറത്തും കുറേ ബോണിൻ്റെ പീസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ സൈഡ് ഫുള്ള് ഇതാണ്, കുറേ കല്ലും മണ്ണും പിന്നെ കുറേ എല്ലിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളാണ് ഈ ഒരു സൈഡ് കാണാൻ പറ്റുന്നത്. നമ്മളപ്പോൾ അപ്പുറത്തുനിന്ന് ഇറങ്ങി എന്നിട്ട് ഈ സെക്ഷനിലേക്ക് കയറി. ഇവിടെ കുറേ ആയുധങ്ങളും കാര്യങ്ങളൊക്കെയാണ് കൂടുതലുള്ളത്. പണ്ടത്തെ കത്തികളും തോക്കുകളും അങ്ങനത്തെ എന്തുകൊണ്ടോ സാധനങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലും കാണുന്നത്. ഇവിടെ രാജാവിൻ്റെ കട്ടിലും കിടപ്പറയും കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിലങ്ങനെ ഒരാൾ കിടക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും കൊള്ളാൻ സംഭവം. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ ഇവിടെ കൂടെ ആയിരുന്നു എൻട്രൻസ്. ഇവിടെ നിന്ന് താഴെ രണ്ടും കറങ്ങി കണ്ടിട്ട് നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ അകത്തെന്താണെന്ന് നോക്കാം. ഈ സൈഡ് വലിയ ഡോറ് കാണാം. അവിടുന്ന് പൊളിച്ച് അതേപടി കൊണ്ട് വെച്ചേക്കണേ. പണ്ടത്തെ കസേര അല്ലേ, ഇപ്പോഴത്തെ കസേരയില്ലേ, ഇപ്പോഴും ഇങ്ങനെ തന്നെയാണല്ലോ. ഗൈസ്, ഇന്നലെ പറ്റിയതുപോലെ തന്നെ പിന്നെയും ഫുള്ള് മഴയാണ്. ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഫുൾ മഴയാണ്. വൈകുന്നേരം തുടങ്ങിയാൽ പിന്നെ ഫുള്ള് മഴയുടെ സീൻ മാത്രമേ ഉള്ളൂ. ഞാനപ്പോൾ എന്തായാലും അവിടെ നിന്നൊക്കെ ഇറങ്ങി നൈസായിട്ട് ഇവിടെ റിവർ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞിട്ടൊരു സ്പോട്ട് ഉണ്ട്. ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര ഫേമസ് സ്പോട്ടാണ്. ഇവിടെ ഒന്ന് മുഞ്ചിപ്പോയി എന്ന് തന്നെ പറയാം. അത് മഴയുടെ സീൻ കാരണമാണെന്ന് തോന്നുന്നു. ഇവിടെ ഇപ്പോൾ ഒരുമാതിരി നമ്മുടെ നാട്ടിലെ ചെളിവെള്ളം പോലെയായി. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് നോക്കിക്കേ, ഇതാണ് ഇവിടുത്തെ ഫേമസ് റിവർ ഓഫ് ലൈഫിൻ്റെ അവസ്ഥ. നമ്മുടെ നാട്ടിലെ ചെളിവെള്ളം ഇതിലും ഭേദമാണ്. ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ കുറേ വട്ടമായിട്ടുള്ളൊരു സംഭവം ഉണ്ട്. അവിടെ നിന്ന് ലൈക്ക് വെള്ളം ചീറ്റിയിട്ട് അപ്പുറത്തും ഉണ്ട്. ചീറ്റിയിട്ട് ഒരു ഫോഗ് കണക്കിന് ഇവിടെ മൊത്തം ഒന്ന് ഇറങ്ങിയിരിക്കും രണ്ട് സൈഡിൽ നിന്നും വന്നിട്ട്. അതാണ് ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയാൻ. പിന്നെ ഇവിടെ കുറേ ഫോട്ടോ സ്പോട്ട്സും കുറേ എന്തോ ഗ്രാഫിറ്റിയൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. പക്ഷേ ഇതിപ്പം വെള്ളം ഒരുമാതിരി കലങ്ങി പണ്ടാരം തുടങ്ങി. 2-3 ദിവസമായിട്ട് നല്ല മഴയാണ് ഇവിടെ. വൈകുന്നേരം നല്ല മഴയാണ്. എനിക്കൊന്നും അങ്ങനെ ഒരു സീൻ കാരണം ഇവിടെ ക്ലോസ്ഡ് എന്നല്ല പറയേണ്ടത്, വർക്കിംഗ് അല്ലാന്ന് തോന്നുന്നു. അതായിരിക്കും. ഞാൻ ആക്ച്വലി ആ ഒരു റിവർ ഓഫ് ലൈഫ് അവിടെ എല്ലാം കറങ്ങിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമ്മുടെ ഒരു നൈറ്റ് വാക്ക് ഒക്കെ കഴിഞ്ഞപ്പോൾ ഹോട്ടലിലെത്തി. കാരണം ഇവിടെ ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് കാര്യമായിട്ട് വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര പണിയാണ് ഗൈസ്. അമ്മാതിരി തിരക്കാണ് റോഡും കാര്യങ്ങളൊക്കെ. പിന്നെ അങ്ങനെ എടുക്കാനായിട്ട് കണ്ടന്റും കാര്യമായിട്ടില്ല. ഞാനതുകൊണ്ട് അധികം വെറുപ്പിക്കാനുള്ള. സോ ഇപ്പം നിലവിലെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ വീഡിയോ ഇവിടെ ചെന്നാലും എൻ്റെ തന്നെയാണ്. ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ അല്ല. നെക്സ്റ്റ് ഡേ നമ്മൾ ബാക്കി കോലാലംപൂർ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യും. നെക്സ്റ്റ് എന്തായാലും ഒരു അടിപൊളി വീഡിയോ ആണ്. കാരണം നമ്മൾ കോലാലംപൂരിലെ മൂന്നാറിലേക്ക് പോകണതാണ്. അതായത് നമ്മുടെ ജെൻറ്റിങ് ഹൈലൈൻസിലേക്കാണ് നാളെ വിടുന്നത്. അപ്പോൾ തീർച്ചയായും എല്ലാവരും ആ വീഡിയോ കാണണം. ഇതിന് മുമ്പത്തെ വീഡിയോസും എല്ലാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. സോ കീപ് വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ് ഗൈസ്. അണ്ടിൽ ദെൻ ദിസ് ഈസ് മീ ആൽഫിൻ സൈനിങ് ഓഫ്. ബൈ ബൈ.